ജീവിതത്തിൽ എന്തും നേടിയെടുക്കാനുള്ള സ്കോട്ട് ആഡംസ് ടെക്നിക്കാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് വളരെ എളുപ്പമുള്ളതും ഏവർക്കും ചെയ്യാൻ കഴിയുന്നതുമായ ടെക്നിക്കാണ്. തന്റെ പരാജയങ്ങളുടെ പടുകുഴിയിൽ നിന്നും വിജയത്തിലേക്കെത്തിയ ആളാണ് ആഡംസ്. അദ്ദേഹം തനിക്ക് നേടിയെടുക്കേണ്ട ആഗ്രഹങ്ങൾ 36 തവണ ഡയറിയിൽ എഴുതി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ കാർട്ടൂണിസ്റ്റാണ് ഞാൻ എന്ന് അദ്ദേഹം എഴുതി. കാലങ്ങൾക്ക് ശേഷം ലോകത്തിലെ പ്രശസ്തനായ കാർട്ടൂണിസ്റ്റായി സ്കോട്ട് ആഡംസ് മാറി. ലോകപ്രശസ്തനായ കാർട്ടൂൺ ഡെലിവേർട്ടിന്റെ സൃഷ്ടാവാണ് സ്കോട്ട് ആഡംസ്. ഡയറി താളുകളിൽ അദ്ദേഹം വീണ്ടും എഴുതി, ഞാനൊരു കോടീശ്വരനാകുമെന്ന്. പിന്നീടുള്ള കാലം സ്കോട്ട് ആഡംസ് കോടീശ്വരനായി മാറി. നാട്ടിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി തന്റെ വധുവാകുമെന്ന് അദ്ദേഹം എഴുതി. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന്റെ തീവ്രത കൊണ്ടായിരിക്കും വളരെ സുന്ദരിയായ പെൺകുട്ടി അദ്ദേഹത്തിന്റെ ഭാര്യയായി വന്നു. കാണാൻ അത്ര സുന്ദരനല്ല എന്ന് സ്വയം കരുതിയിരുന്ന അപകർഷതാബോധത്തിന്റെ പടുകുഴിയിൽ കഴിഞ്ഞ അദ്ദേഹത്തിന് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തന്നെ ഭാര്യയായി ലഭിച്ചു. കാര്യങ്ങൾ ഇത്രയുമായപ്പോൾ സ്കോട്ട് ആഡംസിന്റെ അടുപ്പക്കാർ ഇതെല്ലാം ഭാഗ്യം കൊണ്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇത് ഭാഗ്യമാണെന്ന് പറഞ്ഞവരെ അദ്ദേഹം വെല്ലുവിളിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ ബിസിനസ് സ്കൂൾ പ്രവേശനത്തിനുള്ള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുകയാണ്. അതിൽ 96.4% മാർക്ക് ഞാൻ നേടും. ഈ പറഞ്ഞ ആളുകൾ ഇത് സത്യമാകുമോ എന്ന് നോക്കിയിരിപ്പായി. റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പരീക്ഷയിൽ 96.4% മാർക്ക് നേടി. അദ്ദേഹം കണ്ടെത്തിയ ഈ രീതി പിന്നീട് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെട്ടു തുടങ്ങി. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം കൃത്യമായ ധാരണയോടെ ഡയറിയിൽ എഴുതുക, അതും പലതവണ ആവർത്തിച്ചെഴുതുക. ഈ ടെക്നിക്ക് നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്. ആകർഷണ നിയമത്തിലെ പല രീതികൾ പരിചയിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. ഈ രീതി ഉപയോഗിച്ച് പലരും പല ആഗ്രഹങ്ങളും നേടുന്നുണ്ട്. നിങ്ങളും ജീവിതത്തിൽ പലതും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഉറങ്ങുന്നതിന് മുൻപായി പലതവണ ആവർത്തിച്ച് ഒരു ഡയറിയിൽ എഴുതുക. 36 തവണ. ഇത്രയും എഴുതുമ്പോൾ ഈ ആഗ്രഹങ്ങൾ വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉറങ്ങുന്നതിന് മുൻപായി മനസ്സിലേക്ക് മറ്റൊരു ചിന്തകളും കൊണ്ടുവരാതിരിക്കുക. മൊബൈൽ ഫോണും ടിവിയും ഒഴിവാക്കുക. ഇതേ ചിന്തകളുമായി നിങ്ങൾ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ ഈ ചിന്തകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഉറങ്ങുമ്പോഴും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ റീപ്രോഗ്രാം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹവും ഉപബോധ മനസ്സിലെ ആഗ്രഹവും ഒന്നായി തീരുമ്പോൾ അത് വളരെ വേഗത്തിൽ ഫലം കണ്ടു തുടങ്ങും. ഇനി സ്കോട്ട് ആഡംസിനെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാം. സ്കോട്ട് ആഡംസ് തന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ വിജയിച്ചു. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വിജയത്തിന്റെ പട്ടുമെത്തായിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതം. നിരവധി കാര്യങ്ങളിൽ അനവധി തവണ പരാജയപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് അദ്ദേഹം പേരിട്ടത് ഹൗ ടു ഫെയിൽ ഇൻ എവറിത്തിങ് ആൻഡ് വിൻ ബിഗ് എന്നാണ്. അതായത് എല്ലാ കാര്യത്തിലും എങ്ങനെ പരാജയപ്പെടാം എന്നിട്ടും വലിയ വിജയം നേടാം എന്ന് അർത്ഥം. എല്ലാവരും കരുതുന്നത് പരാജയമെന്നത് സമയനഷ്ടവും ഊർജ്ജനഷ്ടവും ധനനഷ്ടവും ആണെന്നാണ്. നഷ്ടങ്ങളെന്നാൽ പുതിയ വിജയത്തിനുള്ള പാഠങ്ങളായാണ് അദ്ദേഹം കണ്ടത്. അതുമാത്രമല്ല, പുതിയ കാര്യങ്ങൾ തയ്യാറാക്കുമ്പോഴും അദ്ദേഹം പരാജയത്തിന് തയ്യാറായിരുന്നു. ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം. അദ്ദേഹം ഒരിക്കലും തന്റെ ഉദ്യമങ്ങളിൽ നിന്നും പിന്മാറിയില്ല. ഇക്കാലയളവിൽ പലതരം സംരംഭങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. ആദ്യം തുടങ്ങിയത് ടെന്നീസ് കളിക്കാർക്കുള്ള സ്പോർട്സ് സാധനങ്ങളായിരുന്നു. പ്രധാന കമ്പനികളും ചെറുകിട കമ്പനികളും അത് ഒരുപോലെ റിജക്റ്റ് ചെയ്തു. പിന്നീട് ഒരു സുഹൃത്തിനൊപ്പം ചേർന്ന് മെഡിറ്റേഷൻ ഗൈഡ് എഴുതി സ്ഥലത്തെ എല്ലാ പ്രധാന കമ്പനികൾക്കും കൊടുത്തു. ആകെ വിൽക്കാനായത് 3 കോപ്പികൾ മാത്രമാണ്. പിന്നീട് വർഷങ്ങളെടുത്ത് ഒരു കമ്പ്യൂട്ടർ ഗെയിം സൃഷ്ടിച്ചു. പക്ഷേ 20 കോപ്പി മാത്രമേ വിൽക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നീട് ഒരു കമ്പ്യൂട്ടർ കീബോർഡ് ഡിസൈൻ ചെയ്തു. അതിന്റെ പേറ്റന്റ് നേടിയെടുക്കുന്നതിൽ വിജയിച്ചെങ്കിലും ആരും അതിന് പണം നൽകിയില്ല. ആദ്യകാലങ്ങളിൽ നിരവധി കാർട്ടൂണുകൾ വരച്ച് നൽകിയെങ്കിലും ന്യൂയോർക്കറും പ്ലേബോയ് മാഗസിനും ഉൾപ്പെടെ ആ കാർട്ടൂണുകൾ ചവറ്റുകുട്ടയിലേക്ക് തള്ളി. ശേഷം 2 റെസ്റ്റോറന്റുകൾ അദ്ദേഹം ആരംഭിച്ചു. അവ രണ്ടും പൂട്ടി. ചുരുക്കത്തിൽ അദ്ദേഹം പരാജയപ്പെടാത്ത മേഖലകൾ കുറവായിരുന്നു. പിന്നീടാണ് ഡിൽബർട്ട് എന്ന കാർട്ടൂൺ സൃഷ്ടിക്കുന്നത്.
അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനികളിലെ രീതികളെക്കുറിച്ചുള്ള ആക്ഷേപഹാസ്യമായിരുന്നു അത്. വൈറ്റ് കോളർ ജോലികളെക്കുറിച്ചുള്ള ആക്ഷേപഹാസ്യം ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോഴും അദ്ദേഹം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയും പലതും പൂട്ടുകയും ചെയ്തു. പിന്നീട് നിരവധി കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. വിജയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിറയെ എഴുത്തുകാരോടുള്ള മുറിയിൽ ഞാനുമുണ്ടെന്ന് കരുതുക. അവിടെയുള്ളവരിൽ ഏറ്റവും നല്ല എഴുത്തുകാരൻ ഞാനല്ലായിരുന്നു. നന്നായി തമാശ പറയുന്നവരുടെ കൂട്ടമാണ് അവിടെ ഇരിക്കുന്നത് എന്നിരിക്കട്ടെ. ഞാൻ ആവറേജ് തമാശകൾ മാത്രം പറയുന്ന ആളാണ്. എന്നേക്കാൾ നന്നായി തമാശ പറഞ്ഞ് മറ്റുള്ളവരെ പൊട്ടിച്ചിരിപ്പിക്കാൻ കഴിവുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ മറ്റുള്ളവരെക്കാൾ നല്ല കാർട്ടൂണിസ്റ്റ് ആയിരുന്നില്ല. എന്നേക്കാൾ നന്നായി കാർട്ടൂൺ വരയ്ക്കാൻ കഴിയുന്നവർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിൻ്റെയും ചെറിയ അംശമെങ്കിലും എന്നിലുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം എഴുതുമായിരുന്നു, അത്യാവശ്യം തമാശകൾ പറയുമായിരുന്നു, അത്യാവശ്യം വരയ്ക്കുമായിരുന്നു. എല്ലാം ചേർന്നപ്പോഴാണ് എനിക്ക് കാർട്ടൂൺ കഥാപാത്രത്തെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. നീണ്ട ചതുരമുഖവും കണ്ണടയും ടൈയും ചേർന്ന കാർട്ടൂൺ കഥാപാത്രത്തെ ലോകമേറ്റെടുത്തു. കാർട്ടൂൺ വിജയിച്ച ശേഷമാണ് അദ്ദേഹം 2 റെസ്റ്റോറന്റുകൾ ആരംഭിക്കുകയും അത് നഷ്ടത്തിലാവുകയും ചെയ്തത്. അപ്പോൾ വിജയത്തെക്കുറിച്ച് സ്കോട്ട് ആഡംസ് പറയുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഒരു ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുക എന്നതിന് പകരം ഒരു കൃത്യമായ സിസ്റ്റം അഥവാ വ്യവസ്ഥ ഉണ്ടാക്കി അത് പിന്തുടരാൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനം. ദി മാജിക് എന്ന പുസ്തകത്തിന്റെ ഓഡിയോ സംഗ്രഹം ഞാൻ കേട്ടത് കുക്കു FM-ലൂടെയാണ്. കൃതജ്ഞതയുടെ അപാര ശക്തി എങ്ങനെ നമ്മുടെ ജീവിത വിജയത്തിന് ഉപയോഗിക്കാം എന്നാണ് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഗുണപരമായ പരിവർത്തനം വരുത്തിയ ഈ പുസ്തകം എന്റെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഒരു ലക്ഷ്യമെന്നത് സാങ്കല്പികമായ ഒരു ഫിനിഷിംഗ് പോയിന്റ് ആണ്. അവിടെ എത്തുമ്പോൾ നമ്മൾ വിജയിക്കുന്നു. പക്ഷേ സിസ്റ്റം അഥവാ വ്യവസ്ഥ എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. അത് നമ്മൾ എന്നും ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് നീണ്ട കാലത്തേക്ക് നിലനിൽക്കും. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉടനെ അദ്ദേഹം ഒരു വിമാനയാത്ര നടത്തി. തൊട്ടടുത്തുണ്ടായിരുന്ന യാത്രക്കാരൻ ഒരു സ്ക്രൂ കമ്പനിയുടെ CEO ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, കൂടുതൽ നല്ല ജോലിക്കായി ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. ആളുകൾ ജീവിതത്തിനായി പുതിയ ജോലി ആഗ്രഹിക്കുന്നു. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ അവിടെ നിൽക്കും. ഞാൻ എപ്പോഴും പുതിയ പ്രമോഷൻ തേടിക്കൊണ്ടിരുന്നു. ഇത് വളരെ സെലക്റ്റീവായ ഒരു തന്ത്രമാണ്. മറ്റൊരു ഉദാഹരണം പറയാം. ആളുകൾ വണ്ണം കുറയ്ക്കുന്നതിനായി ശ്രമിക്കും. ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കും. ഇഷ്ടമില്ലാത്ത വ്യായാമങ്ങൾ ചെയ്യും. പരാജയപ്പെട്ടതായി അവർക്ക് തോന്നും. മാത്രമല്ല, എല്ലാം കഴിഞ്ഞ് നേടിയ വിജയം അതൊരു നിമിഷത്തെ കാര്യമായി തോന്നും. ശേഷം അവരുടെ മോട്ടിവേഷൻ താല്പര്യം ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരിക്കൽ വണ്ണം കുറഞ്ഞവർ വീണ്ടും വണ്ണം വയ്ക്കുന്നത്. പക്ഷേ നല്ല ഫിറ്റായിരിക്കുന്നവർ അത് നിലനിർത്താനുള്ള രീതി പിന്തുടരുന്നവരായിരിക്കും. അവർ ഏതെങ്കിലും സാങ്കല്പികമായ ഫിനിഷിംഗ് ലൈൻ കടക്കാനല്ല ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം മൾട്ടിപ്പിൾ സ്കിൽസ് വളർത്തിയെടുക്കുക എന്നതാണ്. ഒരു കാര്യത്തിൽ മാത്രം മികച്ചതാക്കുക എന്നതിനേക്കാൾ പല കാര്യങ്ങളും മികച്ചതാക്കാൻ ശ്രമിക്കുക. പലതരം കഴിവുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ്. കുറച്ചു പേർക്ക് മാത്രമാണ് ഒരു കാര്യത്തിൽ മാത്രം മികച്ചതാകാൻ കഴിയുന്നത്. പലർക്കും അത് ആവശ്യമില്ല. അതിനു പകരം 2-3 കാര്യങ്ങളിൽ കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള അവസരങ്ങളും ലഭിക്കും. ആളുകൾ പറയുന്നു വിജയിക്കുന്നത് ഭാഗ്യമാണെന്ന്. സ്കോട്ട് ആഡംസ് പറയുന്നു ഭാഗ്യത്തിനൊപ്പം നമ്മുടെ ശ്രമവും കൂടിച്ചേരുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നതെന്ന്. അങ്ങനെ വിജയത്തെക്കുറിച്ച് നിരവധി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് അദ്ദേഹം നമുക്ക് തരുന്നത്. അതുവരെ അദ്ദേഹം നിരവധി പത്രങ്ങളിലും മാഗസിനുകളിലും 9,000-ലേറെ കാർട്ടൂണുകൾ വരച്ചു. ഇപ്പോഴും അത് തുടരുന്നു. പക്ഷേ എല്ലാത്തിനും പിന്നിലുണ്ടായിരുന്നത് ഒരു പരാജിതനായിരുന്നുവെന്ന് നാം മറക്കരുത്. പരാജയങ്ങളിലൂടെ തന്റെ വിജയത്തെ സൃഷ്ടിച്ചെടുത്ത ഒരു സാധാരണ മനുഷ്യൻ. അപ്പോഴും പരാജയങ്ങൾ നമ്മുടെ വീഴ്ചയല്ല, വിജയത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്.